ഇപ്പൊ ആ ഒരു കോയിനൊക്കെ ഈ ഒരു തിരയുടെ കൂടെ പുറത്തേക്ക് ഓപ്പൺ ആയി നിൽക്കുന്ന ആ ഒരു ഹോള് വഴി മേലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് മഴ പോലെ ഇങ്ങനെ നിലത്തേക്ക് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മൈക്കിനും ടോമിനും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവിടേക്ക് വന്ന് വീണ്ടുള്ള ഗോൾഡ് മുഴുവനും ഇവന്മാരിപ്പോ പെറുക്കിയെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും ഫിൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ഒരു ദ്വീപിലുണ്ടായിരുന്ന ചെറിയൊരു ടൗണിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവനിപ്പോ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ എടുത്തിട്ട് മോനെ വിളിക്കുകയാണ്. അയാളോട് പറയുന്നുണ്ട്, ഞങ്ങള് ആ ഒരു ട്രഷർ എവിടെയാന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനിപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ ഫിന്ന് പറയാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ആ ഒരു ട്രഷർ കണ്ടുപിടിച്ച അതേ സമയത്ത് തന്നെ ബിഗ് ബണ്ണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പോ അവന്റെ ആൾക്കാരെ വിട്ടിട്ട് ആ ഒരു ട്രഷർ മുഴുവനായിട്ട് കൈക്കലാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ട്രഷർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്, അത് അവൻ എടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ മോ പറയുന്നുണ്ട്. ഇപ്പൊ ഫിന്ന് പറയാണ്, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ ടീമിനെ കൂടിയിട്ട് ആ ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബണ്ണി ഈ ഒരു ഗുഹയുടെ ആ ഒരു ഭാഗത്തേക്ക് അവന്റെ പ്ലെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവനിപ്പോ അവന്റെ കൂടെയുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതിമയൊക്കെ അങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ്. എന്നിട്ട് ടോമിനോടും മൈക്കിനോടും ഇപ്പൊ ഒരു സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ടിട്ട് ഓക്സിജൻ ടാങ്ക് ഒക്കെ ആയിട്ട് നിധി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്.